ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷിനെ തന്റെ റൂമിലേക്ക് ഉറങ്ങാനായി വിളിക്കുകയാണ് നിധി. സുധീഷ് പുറത്തു കിടന്നോളാമെന്ന് പറയുന്നുവെങ്കിലും അച്ഛനോ ചേട്ടനോ അമ്മയോ കണ്ടാൽ സംശയമാകുമെന്ന് പറഞ്ഞ് നിധി സുധീഷിനോട് റൂമിൽ വന്ന് കിടക്കാനായി ആവശ്യപ്പെടുകയാണ്. ശേഷം നിധി റൂമിലേക്ക് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. തുടർന്ന് അരുണിനും രാജീവിനും പാല് കൊണ്ട് കൊടുക്കുകയാണ് ഹേമ. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന രാജീവ് ചോദിക്കുന്നു, നിധി എവിടെ? അവൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഹേമ പറയുന്നു, അവള് ബാൽക്കണിയിൽ നിൽപ്പുണ്ട്. അവളെ ഇങ്ങോട്ട് വിളിക്കാനായി രാജീവ് പറയുമ്പോൾ നിധിയെ വിളിക്കാനായി പോവുകയാണ് ഹേമ. ടെൻഷനോട് കൂടിയിരിക്കുന്ന രാജീവിനോട് അരുൺ ചോദിക്കുന്നു, എന്തു പറ്റിയച്ചാ? ഈ സമയം കുറച്ച് അപ്പുറത്തായി വരുന്ന സുധീഷ് അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. രാജീവ് പറയുന്നു, ആ സുധീഷ് രാത്രി എവിടെയാടാ കിടക്കുന്നത്? അരുൺ ചോദിക്കുന്നു, എവിടെ കിടക്കണോ വെച്ചാ? വേണമെങ്കിൽ ഹോളിൽ കിടക്കാൻ പറയാം. രാജീവ് പറയുന്നു, വേണ്ട, നിധി തെറ്റിദ്ധരിക്കും. ഇത് കേട്ട അരുൺ ചോദിക്കുകയാണ്, അതിനുവേണ്ടി നിധിയുടെ റൂമിൽ പോയി കിടക്കണോ? അവൻ കൊല്ലും ഞാൻ അവനെ. രാജീവ് ചോദിക്കുന്നു, എടാ, അവൻ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോൾ എവിടാ കിടക്കുന്നത്? അരുൺ പറയുന്നു, പുറത്താ കിടക്കുന്നത്. ഡ്രൈവറിന് താമസിക്കാനായി ഒരു ചെറിയ മുറിയില്ലേ, അവിടെ. രാജീവ് പറയുന്നു, ഇന്ന് രാത്രി അവൻ അവിടെ കിടന്നാ മതി. എങ്ങനെയാച്ചാ അങ്ങോട്ട് എത്തി പറഞ്ഞു വിടുന്നതെന്ന് അരുൺ ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അവൻ കിടക്കേണ്ടത് അവിടെയാണെന്ന് നിനക്കറിയില്ലേ? പിന്നെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടേണ്ടതെന്ന്? എനിക്കവൻ നിധിയുടെ റൂമിൽ കാല് കുത്താൻ പാടില്ല. അതേപോലെ നിധിക്ക് ഒരു സംശയവും ഉണ്ടാകാനും പാടില്ല. അവന്റെ സ്ഥാനം എന്താണെന്ന് അവന് മനസ്സിലാകണം. സുധീഷ് മനസ്സിൽ പറയുന്നു, എന്നെ എങ്ങനെയെല്ലാം അപമാനിക്കാമെന്ന് ഇരുന്ന് ആലോചിക്കുകയാണ്. വല്ലാത്ത ക്രിമിനൽ മൈൻഡ് ഉള്ളവര് തന്നെ. ഡ്രൈവറുടെ മുറിയിൽ താമസിക്കണം അല്ലെ? ഞാൻ എന്തിനാ ഡ്രൈവറുടെ മുറിയിൽ താമസിക്കുന്നത്? നിധിയുടെ ഭർത്താവാണ് ഞാൻ. നിധിയുടെ റൂമില് നിധിയുടെ ബെഡിലാണ് ഞാൻ ഉറങ്ങുക. അവിടേക്ക് വന്ന നിധി പറയുന്നു, അച്ഛൻ വിളിച്ചത് അമ്മ പറഞ്ഞു. രാജീവ് പറയുന്നു, വാ മോളെ, എന്തിനാ ബാൽക്കണിയിലൊക്കെ പോയി നിൽക്കുന്നത്? നീ എവിടെ ഇരിക്കെ? നിധി ചോദിക്കുന്നു, അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? സമയമായല്ലോ. നിങ്ങൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞ് അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, ഹായ് അങ്കിൾ. ഹായ് അരുൺ. അവർ ഹായ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നല്ല ക്ഷീണം ഉണ്ട് അങ്കിൾ. നിധി, നമുക്ക് റൂമിലേക്ക് പോയാലോ? ഉറക്കം വരുന്നു. നിധി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ ടെൻഷനോട് കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് രാജീവും അരുണും. അവിടെ എഴുന്നേറ്റ് അരുൺ പറയുന്നു, സുധീഷിന് തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുകയാണ്, അരുൺ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. നിധിയുടെ റൂം എവിടെയാണെന്നല്ലേ പറയാൻ വരുന്നത്? നിധിയുടെ റൂം എവിടെയാണെന്ന് എനിക്കറിയില്ലേ? ശരി, ഞാൻ പോയി കിടക്കട്ടെ. നിധി, റൂമിൽ AC ഇല്ലേ? AC ഉണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, AC ഉണ്ടെന്ന് എനിക്കും അറിയാം. അതിപ്പോ ഓൺ ആണോ? നിധി പറയുന്നു, ആ, കുറച്ചു നേരം മുമ്പേ ഓൺ ചെയ്തായിരുന്നു. പുഞ്ചിരിച്ച സുധീഷ് പറയുകയാണ്, സൂപ്പർ നിധി, വെരി നൈസ്. ശരി, ഓക്കെ, ഞാൻ പോയി കിടക്കട്ടെ. നിധി പറയുകയാണ്, സുധീഷ് ഒരു മിനിറ്റ്, ബെഡ്ഷീറ്റ് എല്ലാം. സുധീഷ് പറയുന്നു, നിധി അവിടെ ഇരിക്കുക. കുറെ നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നിരിക്കുകയല്ലേ? അച്ഛന്റെയും ചേട്ടന്റെയും കൂടെ എല്ലാം ടൈം സ്പെൻഡ് ചെയ്യുക. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്കിൾ ഗുഡ് നൈറ്റ്. അളിയ ഗുഡ് നൈറ്റ്. തലയാട്ടി അരുൺ പറയുന്നു, ഗുഡ് നൈറ്റ് അളിയ. നിധി സംസാരിച്ചിരിക്കുന്ന പറഞ്ഞ് സന്തോഷത്തോടു കൂടി റൂമിലേക്ക് പോവുകയാണ് സുധീഷ്. നിധി സന്തോഷത്തോടു കൂടി രാജീവിനോടും അരുണിനോടും സംസാരിക്കുമ്പോൾ രാജീവ് ടെൻഷനോട് കൂടി അരുണിനെ നോക്കുന്നുണ്ട്. തുടർന്ന് ഹരീഷ് നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ പുറത്തിരുന്ന് പഠിക്കുകയാണ് നികേഷ്. അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, എടാ, ഇനി നാളെ പഠിക്കാം, കിടന്നുറങ്ങാൻ നോക്ക്. അപ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, നാളെ ഒരു എക്സാം ഉണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഇത് കേട്ട് സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ പാട്ടും പാടി അവിടേക്ക് വന്ന ഭാസ്കരൻ റേഡിയോയിൽ ഉറക്കെ പാട്ട് വെക്കുകയാണ്. ഇത് കേട്ട് പഠിക്കാനാകാതെ അരികിലേക്ക് വന്ന് റേഡിയോ ഓഫ് ചെയ്യുകയാണ് നികേഷ്. നികേഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ് ഭാസ്കരൻ. നികേഷ് കുറച്ചങ്ങോട്ടേക്ക് മാറിയിരുന്ന് പഠിക്കുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, എടാ, ചിക്കൻ ഫ്രൈഡ് റൈസാ? ചിക്കൻ 65 ഉണ്ട്, നിനക്ക് വേണം? നികേഷ് ഇത് ശ്രദ്ധിക്കാത്ത രീതിയിൽ പഠിക്കുകയാണ്. ഓ, നീ നിന്റെ സുഭാഷേട്ടൻ ഉണ്ടാക്കിയത് കഴിച്ചു കാണുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഭാസ്കരൻ ആ ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കുകയാണ്. പെട്ടെന്ന് വല്ലാതെ ചുമയ്ക്കുകയും ഓക്കാനിക്കുകയുമാണ് ഭാസ്കരൻ. ഇത് കണ്ട് നികേഷ് ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ചുമച്ചുകൊണ്ട് വെള്ളമെന്ന് ഭാസ്കരൻ പറയുന്നു. ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നികേഷ് അകത്തേക്ക് പോയി വെള്ളം എടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. വെള്ളം കുടിച്ചതിന് ശേഷം ഭാസ്കരൻ ചോദിക്കുന്നു, ഒരു മനുഷ്യൻ ഇവിടെ ചാകാൻ കിടക്കുമ്പോൾ വെള്ളം പോലും കൊടുക്കില്ലേടാ നീയൊക്കെ? വെള്ളം എന്ന് എത്ര തവണ പറഞ്ഞിട്ടാ നീ വെള്ളം എടുക്കാനായി പോയത്? നിന്നെയൊക്കെ വിശ്വസിച്ച് ഈ വീട്ടിൽ കിടക്കാൻ പറ്റുമോ? തലോണ വെച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പോലും നീ ഒന്നും മടിക്കില്ല. അങ്ങനെ ഭാസ്കരൻ ഭക്ഷണം കഴിക്കുമ്പോൾ പഠിക്കാനാകാതെ വിഷമത്തോടുകൂടി ഭാസ്കരന്റെ അരികിലേക്ക് ചെല്ലുകയാണ് നികേഷ്. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ, ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടി വന്നതാണോ? നികേഷ് ചോദിക്കുന്നു, എന്റെ അമ്മ ഇപ്പം എവിടെയുണ്ട്? ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ? സുഭാഷ് ഏട്ടന്റെ അമ്മയെ കൊന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾക്കും അറിയാം, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്റെ അമ്മ എവിടെയാ? ഇത് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണ് ഭാസ്കരൻ. നികേഷ് ചോദിക്കുന്നു, എന്റെ അമ്മയെ കല്യാണം കഴിച്ചാണോ കൂട്ടിക്കൊണ്ടുവന്നത്? എന്റെ അമ്മ എവിടെയാ പോയത്? ജീവനോടെ ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ എന്റെ അമ്മയെ എന്തെങ്കിലും ചെയ്തോ? എന്താ നടന്നേന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഭാസ്കരൻ പറയുന്നു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു തന്നിട്ട് നീ ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, ശല്യപ്പെടുത്താതെ പോകാൻ നോക്കടാ. നികേഷ് ചോദിക്കുന്നു, എന്റെ അമ്മയെ പറ്റി എനിക്ക് അറിയണ്ടേ? എന്റെ അമ്മ ഇപ്പം എവിടെയുണ്ട്? ഭാസ്കരൻ
പറയുന്നു പറയാൻ എനിക്ക് മനസ്സിലടാ. നിങ്ങളൊരു മനുഷ്യനാണോന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഈ ചോദ്യം തന്നെയല്ലേ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കറിയാലോ ഞാൻ മനുഷ്യനല്ല എന്ന്. പിന്നെന്തിനാ എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്? പാതിരാത്രി വന്ന് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, അതിന് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? പോടാ, പോയി നിന്റെ ജോലി നോക്ക്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി പുസ്തകം എടുത്ത് പഠിക്കാനാകാതെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് നികേഷ്. നികേഷ് ഓർക്കുന്നു പഴയ പെട്ടിയിൽ നിന്നും അമ്മയുടെ ഫോട്ടോ കണ്ടത്. അത് നികേഷിന്റെ അമ്മയാണെന്ന് ഭാസ്കരൻ പറഞ്ഞത്. തുടർന്ന് സന്തോഷത്തോടു കൂടി നിധിയുടെ റൂമിലേക്ക് വന്ന സുധീഷ് പറയുന്നു, എന്നെയാണോ ഡ്രൈവറുടെ റൂമിൽ കിടത്തി ഉറക്കാൻ നോക്കുന്നത് നിങ്ങള്? നിങ്ങളുടെ മോളെ കൊണ്ട് തന്നെ ഞാൻ പണി തന്നിട്ടേ, ഇനി 8ന്റെ പണി ഓരോന്നായി തരുന്നുണ്ട് ഞാൻ. ചുറ്റും നോക്കി സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു, നിധിയുടെ റൂം എന്താ തണുപ്പ്. സുധീഷേ, ഇത് സത്യമാണോ സ്വപ്നമാണോ? നീ ഇന്ന് നിധിയുടെ റൂമിൽ നിൽക്കുന്നു, രണ്ടുപേരും ഇന്ന് ഒരേ റൂമിൽ കിടന്നുറങ്ങാൻ പോകുന്നു. എനിക്ക് നാണം വരുന്നു. അങ്ങനെ ബെഡിലേക്ക് ഇടുന്ന് സുധീഷ് പറയുകയാണ്, എന്താ ഒരു സന്തോഷം. പെട്ടെന്ന് സുധീഷ് കാണുകയാണ് ബെഡും പില്ലോയും എല്ലാം. സംശയത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, ഇവിടെ എന്തിനാ എക്സ്ട്രാ ബെഡ് വെച്ചിരിക്കുന്നത്? ഓ, ഒരുമിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടി മറ്റൊരു ബെഡ് കൊണ്ടിട്ടിരിക്കുകയാണ് നമ്മുടെ ആള്. എന്താ ഒരേ റൂമിൽ താമസിക്കാമെന്ന് പറയുന്നതെന്ന് അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. സാരമില്ല, ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നില്ലേ, ഇത് തന്നെ നമുക്ക് വലിയ കാര്യമാണേ. അങ്ങനെ ഡ്രസ്സിംഗ് ടേബിളിന്റെ അരികിലേക്ക് വന്ന് പെർഫ്യൂം ഒക്കെ അടിക്കുകയാണ് സുധീഷ്. റൂമിലെല്ലാം പെർഫ്യൂം അടിക്കുന്നു. സുധീഷ് പറയുന്നു, എന്താ ഒരു തണുപ്പ്. ഈ AC-യുടെ റിമോട്ട് എവിടാ? ഈ സമയം വാതിൽ തട്ടി നിധി ചോദിക്കുന്നു, അകത്തേക്ക് വരട്ടെ. സുധീഷ് പറയുകയാണ്, അതിനെന്താ, വാ നിധി. അയ്യോ, നിധിയുടെ റൂമിൽ വന്ന് നിന്നിട്ട് നിധിയെ അകത്തേക്ക് വിളിക്കുകയാണ് ഞാനല്ലേ. പുഞ്ചിരിച്ച് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് വാതിൽ അടയ്ക്കുകയാണ് നിധി. വാതിലിന്റെ കുറ്റിയിടാൻ നിധി മടിച്ചു നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു, കുറ്റിയിട് നിധി, ഇല്ലെങ്കിൽ നിധിയുടെ അച്ഛനോ ചേട്ടനോ ആരെങ്കിലും വരും. നിധി ചോദിക്കുന്നു, അവരെന്തിനാ വരുന്നത്? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, അത് ശരിയാ, അവരെന്തിനാ വരുന്നത്? അങ്ങനെ സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഭക്ഷണത്തിൽ വിഷം തന്ന് കൊല്ലണോ അതോ കാർ ഇടിച്ച് കൊല്ലണോ എന്നൊക്കെ അവര് ഡിസ്കസ് ചെയ്യുകയായിരിക്കും. എന്താ സുധീഷ് തനിച്ച് സംസാരിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, അതല്ല, ഇത്രയും മാസത്തിന് ശേഷം നിധിയുടെ വീട്ടുകാര് ഇപ്പോഴല്ലേ പഴയതുപോലെ സംസാരിക്കുന്നത്. സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, അതുകൊണ്ടാ പറഞ്ഞത്. നിധി പറയുകയാണ്, അതിനിയും 5 ദിവസമില്ലേ, ഒരുപാട് സമയമുണ്ട്. അങ്ങനെ നിധി വാതിലിന് കുറ്റിയിടുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. ശേഷം സുധീഷ് പറയുന്നു, നിധി നല്ല തണുപ്പ്, ബെഡ്ഷീറ്റ് തരാമെന്ന് പറഞ്ഞില്ലേ, ബെഡ്ഷീറ്റ് തന്നാൽ ഞാൻ ഇവിടെ ഒരു സൈഡിൽ കിടന്ന് ഉറങ്ങിയേനെ. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് നിധി ബെഡ്ഷീറ്റ് എടുത്ത് കൊടുക്കുകയാണ്. താങ്ക് യു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അത് വാങ്ങുകയാണ് സുധീഷ്. ബെഡിലേക്ക് ഇരുന്ന് നിധി ചോദിക്കുന്നു, സുധീഷിന് താഴെ കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ? സുധീഷ് പറയുന്നു, എനിക്കൊരു കുഴപ്പമില്ല, നല്ല മെത്തയല്ലേ, പിന്നെ AC-യുടെ നല്ല തണുപ്പും. പിന്നെന്താ വേണ്ടത്? നിധി പറയുന്നു, സുധീഷിന് വേണമെങ്കിൽ കട്ടിലിൽ കിടക്കാം, ഞാൻ താഴെ കിടന്നോളാം. സുധീഷ് പറയുന്നു, അതൊന്നും വേണ്ട, എനിക്കിവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. നിധി ബെഡിൽ കിടന്നു. നിധി പറയുന്നു, അപ്പൊ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? സുധീഷ് പറയുന്നു, ഓഫ് ചെയ്യ. നിധി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ബെഡിലേക്ക് കിടക്കുകയാണ്. തറയിൽ കിടക്കുന്ന സുധീഷ് നിധി ഒന്ന് നോക്കിയിട്ട് ചോദിക്കുന്നു, നിധി ഉറങ്ങിയോ? നിധി പറയുകയാണ്, ഇപ്പോഴല്ലേ വന്ന് കിടന്നത്, ഈ ചെറിയ സമയത്തിനുള്ളിൽ എങ്ങനെ ഉറങ്ങുക? സുധീഷ് പറയുന്നു, ഞാനൊന്ന് ചോദിക്കട്ടെ, ദേഷ്യപ്പെടല്ലേ? സുധീഷിന്റെ സൈഡിലേക്ക് തിരിഞ്ഞിടന്ന് നിധി ചോദിക്കുന്നു. അത് സുധീഷ് ചോദിക്കുന്ന ചോദ്യം പോലെ ഇരിക്കും. സുധീഷ് പറയുകയാണ്, അല്ല, നിധിക്ക് പേടിയില്ലേ? എന്തിനാ പേടിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല, നമ്മുടെ വീട്ടില് നിധിയുടെ റൂമിന്റെ വാതിലിനപ്പുറത്തേക്ക് ഞാൻ വന്നാലേ അയ്യോ സുഭാഷേട്ടാ എന്ന് വിളിച്ച് ബഹളം വെക്കും. ഇവിടെ ഒരേ മുറിയില്, അതും എന്റെ ഒപ്പം റൂം ലോക്ക് ചെയ്തിട്ടെല്ലാം വന്ന് കിടക്കുന്നു. നിധി പറയുന്നു, ഹലോ, ഇതെന്റെ അച്ഛന്റെ വീടാ, വീട്ടില് അച്ഛൻ ചേട്ടൻ എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് സുധീഷിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കേട്ട് നിധി ഒന്ന് നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു, എന്തിനാ ചിരിക്കുന്നത്? സുധീഷ് പറയുകയാണ്, അതല്ല നിധി, നിധി പറഞ്ഞതുപോലെ ഞാൻ നിധിയെ എന്തെങ്കിലും ചെയ്താൽ നിധി എന്ത് പറഞ്ഞ കരയുമെന്ന് ആലോചിക്കുകയായിരുന്നു. അയ്യോ, എന്റെ ഭർത്താവ് എന്റെ കൂടെ ഒരേ മുറിയിൽ കിടക്കുന്നു, എന്നെ എന്തെങ്കിലും ചെയ്യുമോന്ന് എനിക്ക് പേടിയാ, അങ്ങനെ പറഞ്ഞ കരയുമോ? ഇത് കേട്ട് നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പൊട്ടിച്ചിരിക്കുകയാണ്. നിധിയും ചിരിക്കുന്നു. സുധീഷ് പറയുന്നു, അങ്ങനെ കരയുന്നതോർത്തപ്പോൾ എനിക്ക് ചിരി വന്നു. നിധി പറയുകയാണ്, സുധീഷിനോടുള്ള അങ്ങനെയുള്ള പേടിയൊക്കെ എനിക്ക് പോയി, സംസാരിച്ചുകൊണ്ട് കിടക്കാതെ ഉറങ്ങാൻ നോക്ക്. ഇത് കേട്ട് സുധീഷ് പുഞ്ചിരിച്ചു മൂടുമ്പോൾ നിധി തിരിഞ്ഞു കിടക്കുകയാണ്. സുധീഷ് ചിരിച്ചുകൊണ്ട് നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. തിരിഞ്ഞിടുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് നിധി. സംശയത്തോടുകൂടി സുധീഷ് എത്തി നോക്കുമ്പോൾ നിധി പൊട്ടിച്ചിരിക്കുന്നത് കാണുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് തലയാട്ടി സുധീഷ് മനസ്സിൽ പറയുന്നു, കുഴപ്പമില്ല, റൂമിന്റെ വാതിലിൽ കാല് കുത്തരുതെന്ന് പറഞ്ഞ ആൾ ഇപ്പോ റൂമിലേക്ക് ക്ഷണിച്ചു വരുത്തി കിടത്തിയിരിക്കുകയാണ്. അടുത്തത് ആ കട്ടിലിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം, അതാണ് അടുത്ത ടാസ്ക്. ഒരു സൈഡിൽ അമ്മായിയച്ഛനും അളിയനും ടോർച്ചർ ചെയ്താലും അവര് കാരണമല്ലേ നിധി എന്നെ റൂമിലേക്ക് വിളിച്ചത്, അതുകൊണ്ട് തന്നെ എന്നെ അവര് ടോർച്ചർ ചെയ്യുന്നത് ക്ഷമിച്ചേക്കാം. പെട്ടെന്നൊന്ന് ആലോചിച്ച് എഴുന്നേറ്റിരുന്ന് നിധി ചോദിക്കുന്നു, സുധീഷിന് വെള്ളം വേണോ? സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇത്? ദോ ആ ബോട്ടിലുണ്ടല്ലോ, അത് മതി. നിധി പറയുന്നു, എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാ മതി, പിന്നെ ഡ്രസ്സിംഗ് റൂം ആ സൈഡിലുണ്ട്, അത്
യൂസ് ചെയ്തു. സുധീഷ് പറയുന്നു ശരി നിധി, നോ പ്രോബ്ലം, നിധി കിടന്നുറങ്ങിക്കോ. ഇത് കേട്ട് നിധി ഉറങ്ങാനായി കിടക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, നേരം വെളുക്കുന്നത് വരെ ഈ റൂമിന് പുറത്തേക്ക് ഞാൻ പോകില്ല. പുറത്തേക്ക് കാലെടുത്ത് വെച്ചാ അമ്മായിയച്ഛനും അടിയനും കൂടി എന്നെ ടോർച്ചർ ചെയ്ത് കൊല്ലും. നിധി പറയുന്നു, സുധീഷേ, എന്റെ അച്ഛനും ചേട്ടനും സുധീഷിനോടുണ്ടായിരുന്ന ദേഷ്യമൊക്കെ പോയി അല്ലേ? സുധീഷ് പറയുകയാണ്, അതെ അതെ, അവർക്കിപ്പോ എന്നോട് ഒരു ദേഷ്യവും ഇല്ല. നല്ല സ്നേഹമുള്ള അമ്മായിയച്ഛൻ, സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന അളിയൻ, നോക്കിയും കണ്ടും വേണ്ടതെല്ലാം ചെയ്തു തരുന്ന അമ്മായിയമ്മ, എന്ത് നല്ല കുടുംബം. നിധി ചോദിക്കുന്നു, ഹലോ, എന്താ ബന്ധമൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്? സുധീഷ് പറയുന്നു, ഞാൻ പറഞ്ഞതല്ല, നിധിയുടെ അച്ഛൻ പറഞ്ഞതാ. മരുമകനെ മരുമകനെ എന്ന് അച്ഛൻ വിളിക്കുന്നത് കേട്ടില്ലേ? നിധിയും അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അച്ഛനോട് പോയി ചോദിക്ക്. അതൊന്നും അച്ഛനോട് ചോദിക്കാനുള്ള ധൈര്യം നിധിക്കില്ലല്ലോ. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതല്ലേ. എന്താ നിധി, ഉറക്കം വരുന്നില്ലേ? സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണല്ലോ. നിധി പറയണ, ഉറങ്ങണം. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ എന്റെ റൂമിൽ കിടക്കുകയല്ലേ, കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. സുധീഷ് പറയുകയാണ്, സത്യമായിട്ടും നിധി ഒരു പാവമാ. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധിയുടെ ഈ റൂം എല്ലാം കാണുമ്പോഴാ നമ്മുടെ വീട്ടിൽ നിധി എന്തോരം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത്. AC, നല്ല സൂപ്പർ ബെഡ്, പളപളാന്ന ടൈൽസ്, ഈ റൂം വിട്ട് വെളിയിൽ പോകാനേ തോന്നുന്നില്ല. അത്രയ്ക്ക് സൗകര്യങ്ങളുണ്ട്. എന്റെ വീട്ടില് ഇതിലൊന്നുപോലും ഇല്ല. പക്ഷെ നിധി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയല്ലേ. ഇപ്പം നിധിയുടെ റൂം എല്ലാം കണ്ടില്ലേ? പെട്ടെന്ന് തന്നെ ഇതിലും നല്ലൊരു റൂം നിധിക്ക് സെറ്റാക്കി തരാം. AC, ബെഡ്, നിധി എന്ത് ചോദിച്ചാലും എല്ലാം റെഡിയാക്കി തരാം. നിധി പറയുന്നു, അതൊന്നും സാരമില്ല, അവിടെ ജനല് തുറന്നിട്ടാലേ നല്ല കാറ്റ് വരും. AC ഒന്നും വേണ്ട. സുധീഷ് പറയുകയാണ്, നിധി അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ അവിടെ AC വാങ്ങി വെക്കാൻ പോകുക. നിധി പറയുകയാണ്, ശരി, AC വാങ്ങി വെക്ക്. പക്ഷേ റൂമിൽ വേണ്ട, ഹാളിൽ വെക്ക AC. അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും AC-യിൽ ഇരിക്കാമല്ലോ. സുധീഷ് പറയുന്നു, അതാണ് നിധി, ഞാൻ നിധിക്ക് മാത്രം AC വാങ്ങി വെക്കാമെന്ന് പറയുമ്പോൾ നിധി ചിന്തിക്കുന്നത് അവിടെയുള്ള എല്ലാവരും AC-യിൽ ഇരിക്കണമെന്നാ. നിധി വേറെ ലെവലാ. നിധി പറയുകയാണ്, മതി മതി, വന്നത് മുതലേ ഓവറായിട്ട് പുകഴ്ത്തുന്നുണ്ടല്ലോ. എന്താ ട്രൈ ചെയ്യുന്നത്? സുധീഷ് പറയുന്നു, കഴിഞ്ഞു, ഉടനെ ട്രൈ ചെയ്യുന്നു, അത് ഇതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമാ നിധി. നിധി പറയുന്നു, ശരി ശരി, വിശ്വസിക്കുന്നു. ഇവിടെ സുധീഷിനെല്ലാം ഓക്കെ അല്ലേ? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? സുധീഷ് പറയുന്നു, ഭക്ഷണമല്ലേ, സൂപ്പർ ആയിരുന്നു. സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്തെല്ലാം വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ പ്ലേറ്റിലേക്ക് അതൊന്നും വന്നില്ല. നിധി പറയുന്നു, സുധീഷിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയണേ. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, പറയാം, ഉറപ്പായും പറയാം. ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കണ്ണടച്ച് കിടക്കുകയാണ് നിധി. സുധീഷ് പ്രണയത്തോടുകൂടി നിധിയെ തന്നെ നോക്കി കിടക്കുമ്പോൾ നിധി അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, അതും പോയോ, എല്ലാം ഫ്ലോപ്പ് ആകുകയാ, ഉറങ്ങ്. ഈ സമയം ഉറക്കത്തിൽ സുധീഷിന്റെ അരികിലേക്ക് തിരിഞ്ഞു കിടക്കുകയാണ് നിധി. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കി കിടക്കുകയാണ് സുധീഷ്. തുടർന്ന് രാവിലെ നീതു ഹരീഷിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. മെസ്സേജ് കണ്ട് സന്തോഷത്തോടുകൂടി ഫോണിൽ നോക്കി നിൽക്കുകയാണ് ഹരീഷ്. വാതിലിന്റെ അരികിലേക്ക് വന്ന നികേഷ് ഹരീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുഭാഷിനോട് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, എന്താ ഹരീഷ് ഏട്ടൻ രാവിലെ തന്നെ ഫോണും പിടിച്ചു നിൽക്കുന്നത്? സുഭാഷ് പറയുകയാണ്, എന്തെങ്കിലും ജോലിക്കാരും ആയിരിക്കോടാ. ചുറ്റും നോക്കിയിട്ട് ഹരീഷും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ നീതുവിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. പിന്നിലായി വന്ന നികേഷ് ഹരീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പതിയെ അരികിലേക്ക് ചെന്ന് നികേഷ് ചോദിക്കുന്നു, എന്താ ഇവിടെ നടക്കുന്നത്? ഞെട്ടി അവിടെ വന്ന് എഴുന്നേറ്റ് ഹരീഷ് പറയുന്നു, ഒന്നുമില്ല. നികേഷ് പറയുകയാണ്, കുറെ നേരമായിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു, ആലോചിച്ചിരിക്കുന്നു, നാണിക്കുന്നു, വീണ്ടും ടൈപ്പ് ചെയ്യുന്നു, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ചമ്മലോടുകൂടി ഹരീഷ് പറയുന്നു, എടാ അങ്ങനെയൊന്നുമില്ല, ഞാൻ വന്നത് പോലും ഹരീഷ് ഏട്ടൻ അറിഞ്ഞില്ല. ഒന്ന് മുതൽ ഹരീഷ് പറയുന്നു, ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് അയക്കുകയായിരുന്നു. ചായയുമായി അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താടാ നികേഷ്, ഹരീഷിനെ നീ ചോദ്യം ചെയ്യുകയാണോ? നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, എപ്പോ നോക്കിയാലും ഹരീഷ് ഏട്ടന്റെ കയ്യിൽ ഫോണുണ്ട്, ആരോ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ഒന്ന് മുതൽ ബാത്റൂം കെട്ടുന്നതിനെ കുറിച്ചൊക്കെ ഹരീഷ് സംസാരിക്കുകയാണ്. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. കോള് കണ്ട് ഹരീഷ് ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സംശയത്തോടുകൂടി ഹരീഷിനെ നോക്കുകയാണ് നികേഷ്. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, വണ്ടി ഒരാൾക്ക് കൊടുത്തിരുന്നു, അതിന്റെ ഡീറ്റെയിൽസ് സംസാരിക്കാനായി വിളിക്കുക, ഇപ്പൊ വരാമേ. ഹരീഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ നീതു പറയുകയാണ്, കുറെ നേരമായി ടൈപ്പിംഗ് എന്ന് കാണിച്ചു, പക്ഷെ മെസ്സേജ് ഒന്നും കണ്ടില്ല. എന്താ ടൈപ്പ് ചെയ്തത്? ഹരീഷ് പറയുന്നു, ഗുഡ് മോർണിംഗിന്റെ ഒപ്പം ഹാർട്ട് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു. സുഭാഷും നികേഷും സംശയത്തോടു കൂടി ഹരീഷിനെ നോക്കുകയാണ്. ഹരീഷ് തിരിഞ്ഞ് പുഞ്ചിരിച്ച് കസ്റ്റമർ എന്ന് പറഞ്ഞ് നീതുവുമായി സംസാരിക്കുന്നു. അവർ പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ ഹരീഷ് പറയുന്നു, ഞാൻ പിന്നെ വിളിക്കാം, ഇപ്പൊ നിനക്ക് എന്താ ജോലി എന്ന് നീതു ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഹരീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ചമ്മലോടുകൂടി ചിരിച്ച് സുഭാഷിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, സമയമായി സുഭാഷ് ഏട്ടാ, ഞാൻ ജോലിക്ക് പോവാണേ. പുഞ്ചിരിച്ച് നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, മെക്കാനിക്കിന്റെ പോക്കും വരവും ഒന്നും ശരിയല്ല, ഒന്ന് ശ്രദ്ധിച്ചോ. സുഭാഷ് പറയുന്നു, വീടടാ, എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുന്ന അവനിപ്പോ ചിരിക്കുന്നില്ലേ, നീ കോളേജിൽ പോകാൻ നോക്ക്. നികേഷ് പറയുന്നു, ഹരീഷ് ഏട്ടനെ വിശ്വസിക്കരുത്, നീ പോടാന്ന് പറഞ്ഞ് നികേഷിനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു.
you for watching. Please subscribe, like and share my channel.